എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാവുന്നത്? ആ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു രാജ്യമുണ്ടാക്കണം, ഹിന്ദുക്കൾക്കൊരു രാജ്യമുണ്ടാക്കണം എന്ന ചിന്താഗതി എവിടെയും കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു നേതാക്കന്മാരും ആ വിഷയം ഉന്നയിച്ചിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ 1947 ഈ രാജ്യം സ്വാതന്ത്ര്യമാകും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഈ വിഷയം ചിലരൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ആര് നയിക്കും, അഥവാ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ആരെത്തും എന്നതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ചില നേതാക്കന്മാർ ഇന്ത്യയെ മഹാത്മാഗാന്ധി നയിക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണാധികാരം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലപൊരുതിയ ഗാന്ധിജി തന്നെ കയ്യേൽക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ആഗ്രഹിച്ചത്. അതോടൊപ്പം ചിലരുടെയൊക്കെ അഭിപ്രായത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നതായിരുന്നു നിലപാട്. ചിലരാകട്ടെ മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നും വാദിച്ചു. മഹാത്മാഗാന്ധി അധികാരത്തിൽ വരും എന്ന കാര്യം അദ്ദേഹം ആദ്യം തന്നെ നിഷേധിച്ചു. ഒരിക്കലും ഭരണാധികാരം കൈയാളുക എന്നത് തൻ്റെ രീതിയല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പകരം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ നയിക്കേണ്ടത്, അഥവാ പ്രധാനമന്ത്രി പദത്തിൽ എത്തേണ്ടത് മുഹമ്മദ് അലി ജിന്ന എന്നതായിരുന്നു. അപ്പോൾ മുഹമ്മദ് അലി ജിന്നയെയാണ് മഹാത്മാഗാന്ധി പിന്തുണച്ചിരുന്നത് എന്നർത്ഥം. എന്നാൽ മറ്റു പലരും, സർദാർ വല്ലഭായ് പട്ടേൽ അടക്കം മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള അന്നത്തെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെല്ലാം തന്നെ നെഹ്റുവിനെയാണ് പിന്തുണച്ചത്. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാരും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ എത്തണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം വിട്ടുപോയി. അതോടുകൂടി മഹാത്മാഗാന്ധി പിന്നെ ചിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മഹാത്മാഗാന്ധിയെ കോൺഗ്രസ് എന്ന പാർട്ടി അപ്പാട് കളയുകയാണ് ഉണ്ടായത്. മഹാത്മാഗാന്ധി പറഞ്ഞതെന്താണ്? കോൺഗ്രസ് അധികാര രാഷ്ട്രീയം കൈയാളേണ്ട ഒരു സംഘടനയല്ല, അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതോടുകൂടി ഈ സംഘടനയുടെ ദൗത്യം അവസാനിച്ചു. അതുകൊണ്ട് അധികാരത്തിലേക്ക് ഒരിക്കലും കോൺഗ്രസ്സോ അതിൻ്റെ നേതാക്കന്മാരോ വരാൻ പാടില്ല. ഈ പാർട്ടിയെ ഉടനടി പിരിച്ചുവിടണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഏതായാലും ഇന്ത്യയുടെ അധികാരം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റെടുത്ത ശേഷം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അധികാരം പങ്കിടുന്ന വേളയിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി അധികാരത്തിൻ്റേതായ ചിത്രങ്ങളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ആരും അദ്ദേഹത്തെ പരിഗണിക്കാതെയായി. ആ ഘട്ടത്തിലേക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിനെ, അഥവാ കോൺഗ്രസ്സുകാരെ പരുവപ്പെടുത്തിയെടുത്തു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഭരണാധികാരത്തിൻ്റെ ശിരാകേന്ദ്രത്തിൽ എത്തിയിരുന്ന ഗാന്ധിജിയെ എല്ലാവരും കൂടി തിരസ്കരിച്ച് കളഞ്ഞു, ഒഴിവാക്കി കളഞ്ഞു.